ഹലോ ഗൈസ്, ഇന്നെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ഡേ എന്ന് പറയുമ്പോൾ വെറും ഡേ അല്ല, ഒരു സൺഡേ ഇൻ മൈ ലൈഫ്. വീട്ടിലെ അരി പച്ചക്കറി സാധനങ്ങളെല്ലാം കഴിഞ്ഞതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ പോയത് ബിസ്മിയിലോട്ടാണ്. ഇയാൾ പിന്നെ അങ്ങനെയാണ്, എവിടെ പെർഫ്യൂം കണ്ടാലും ഒന്ന് പോയി പരീക്ഷിച്ച് നോക്കണം. സോ അവൻ്റെ പരീക്ഷണം അവിടെ നടക്കട്ടെ, നമുക്ക് ബാക്കി ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാം. എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലാണ്ട് വരുന്നത് കൊണ്ട് തന്നെ മൊത്തം കറങ്ങിയാലേ നമുക്ക് എന്തൊക്കെ വേണമെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്, ബിക്കോസ് ഫുഡാണല്ലോ മെയിൻ. നമ്മൾ പോയത് കളമശ്ശേരി ഭാഗത്തുള്ള ഏതോ ഒരു കടയിലാണ്, ഇപ്പം എനിക്ക് കടയുടെ പേര് ഓർമ്മയില്ല. നമ്മൾ അവിടെ നിന്ന് നല്ല ചൂട് നെയ്ച്ചോറും നല്ല ബീഫ് കറിയാണ് പറഞ്ഞത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. നമ്മുടെ ഇന്നത്തെ വരവിൻ്റെ മെയിൻ ഉദ്ദേശം ഇതൊന്നുമല്ല ഗൈസ്, എൻ്റെ ഭർത്താവ് എന്നെ കൂട്ടാതെ ട്രിപ്പ് പോവാണ്. ഇവനെ ഡ്രോപ്പ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് രാവിലെ തന്നെ മെനക്കെട്ട് വന്നത്. സോ അവനെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ വീടെത്തി. പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്തത് കൊണ്ട് ഇനി എൻ്റെ അടുത്ത പരിപാടി കിടന്നുറങ്ങലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ആലോചിക്കാതെ നേരെ പോയി അങ്ങോട്ട് കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ചായ കുടിക്കാറായപ്പോൾ ഞാൻ കറക്റ്റായിട്ട് എണീച്ചു ഗൈസ്. ഇന്ന് നമുക്ക് ചായ ഇട്ട് തരാൻ ഇവിടെ ആരുമില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ ചായ ഇടണം. സോ നമുക്ക് ചായയിൽ പരിപാടിയിലേക്ക് കിടക്കാം. ഞാനിട്ട ചായ ആയതുകൊണ്ട് പറയല്ല ഗൈസ്, ചായ കൊള്ളാമായിരുന്നു. സോ തപ്പിയപ്പോൾ കുറച്ച് മിച്ചറും ബിസ്ക്കറ്റും കിട്ടി. ഇനി നമുക്ക് ഇതും കൂട്ടി ചായ കുടിക്കാം. ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ബോറടിയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഒരുപാട് നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഞാനൊരു പടം കാണാൻ തീരുമാനിച്ചു. ബിക്കോസ് യൂട്യൂബിൽ ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു. പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വിശന്നു ഗൈസ്. സോ അടുത്ത ലക്ഷ്യം ഡിന്നറാണ്. ഒന്നും ഉണ്ടാക്കാൻ ഒരു മൂഡില്ലാത്തത് കൊണ്ട് തന്നെ ഞാനിന്ന് പുറത്തുനിന്ന് ഓർഡർ ചെയ്തു. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എല്ലാ ഫുഡും പുറത്തുനിന്നാണല്ലോ കഴിക്കണമെന്ന്. അതെ, മൂഡില്ലാത്ത ദിവസം നമ്മളെല്ലാം പുറത്തുനിന്ന് കഴിക്കും. നമ്മൾ കടയിൽ പോയി കഴിക്കുന്ന അത്രയും ക്രിസ്പിനെസ് ഒന്നും ഇല്ലായിരുന്നു, എന്നാലും കൊള്ളായിരുന്നു. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. സോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇനി നേരെ പോയി കിടന്നുറങ്ങാം. ബൈ.